സിപിഐക്ക് സിപിഎം വഴങ്ങിയെന്നാണ് പലരും എഴുതിവിടുന്നത്. സത്യത്തിൽ ഇതൊരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ്. PM ശ്രീ ധാരണാപത്രം മരവിപ്പിച്ചുകൊണ്ട് മാത്രം എന്ത് കാര്യം? ഒപ്പിട്ട് കഴിഞ്ഞില്ലേ? ഒപ്പിടുന്നതിന് മുൻപ് ഒരു വാക്ക് പോലും ചോദിച്ചിരുന്നതിൽ ഈ പുകിലിന്റെ കാര്യമുണ്ടായിരുന്നു. സത്യത്തിൽ ഇത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാരെ പങ്കെടുപ്പിക്കാനുള്ള ഒരു മുഖ്യന്റെ തന്ത്രം മാത്രമായിരുന്നു. PM ശ്രീയുടെ നിയമപ്രകാരം സർക്കാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇത് റദ്ദാക്കാൻ അവർക്കാകുകയില്ല. കേന്ദ്രമാണ് തീരുമാനിക്കുന്നത്. അതാണ് വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്ന് പറയാനുള്ള കാരണം. അത് തന്നെയാണ് ഇവിടെ KPCC പ്രസിഡന്റും പറയുന്നത്. PM ശ്രീ വിഷയത്തിൽ CPIയെ മയക്കുവെടി വെച്ച് മയക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു വെച്ചത്. ധാരണാപത്രം റദ്ദാക്കാൻ ഇനി കേന്ദ്രത്തിന് അധികാരമുള്ളൂ. രാഷ്ട്രീയ ഒത്തുതീർപ്പിനുള്ള അടവ് നയം മാത്രമായിരുന്നു ഇതെന്നും അദ്ദേഹം പറയുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്തുതിപാടിയാണ് ഗവർണർ എത്തിയത്. RSS കമ്മ്യൂണിസ്റ്റ് ബന്ധം പകൽ പോലെ വ്യക്തമാണ്. കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രം. അത് പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും സണ്ണി ജോസഫ് ഈ അവസരത്തിൽ പറയുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പിന്മാറ്റം സൂചിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കാൻ സർക്കാർ തലത്തിൽ ആലോചന വന്നതിന് ശേഷമാണ് സണ്ണി ജോസഫിന്റെ ഈ പ്രതികരണവും എത്തിയത്. കേന്ദ്രത്തിന് കത്തയക്കാമെന്ന സമവായം CPIക്ക് മുന്നിൽ വെക്കാനാണ് CPIMന്റെ നീക്കം. വിഷയം ചർച്ച ചെയ്യാനായി മുന്നണി യോഗവും ഉടൻ വിളിക്കുമെന്ന് കൂടി അറിയുന്നു. കരാറിന്റെ ധാരണാപത്രം റദ്ദാക്കാൻ കത്ത് നൽകും. ഇക്കാര്യത്തിൽ പിന്നീടുള്ള തീരുമാനം എടുക്കേണ്ടത് കേന്ദ്രമാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കടുത്ത നടപടിയിലേക്ക് CPI കടക്കുമെന്നിരിക്കവെയായിരുന്നു CPMന്റെ ഒരു നിർണായക നീക്കം നടന്നതും. MA ബേബിയുടെ മധ്യസ്ഥതയിലായിരുന്നു ഒത്തുതീർപ്പിന് വഴങ്ങിയതും. PM ശ്രീ ധാരണാപത്രം മരവിപ്പിക്കണമെന്നായിരുന്നു CPI മുന്നോട്ട് വെച്ച പ്രധാന ഉപാധി. ആ ഉപാധിക്ക് വഴങ്ങിക്കൊണ്ടായിരുന്നു മുഖ്യൻ ഒപ്പിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട കത്തിന്റെ കരട് CPM തയ്യാറാക്കി CPI നേതൃത്വത്തിന് കൈമാറുകയായിരുന്നു. മലയാളത്തിലുള്ള കത്ത് D രാജ CPI സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. കത്ത് നൽകിയാൽ മാത്രം പോരാ, കേന്ദ്രത്തിന് നൽകുന്ന കത്ത് സംസ്ഥാന സർക്കാർ തന്നെ നൽകണമെന്നും അങ്ങനെ നൽകുന്ന കത്ത് പരസ്യപ്പെടുത്തണമെന്നും, അതായത് കത്ത് നൽകിയ വിവരം മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയെ പരസ്യപ്പെടുത്തണമെന്നാണ് CPIയുടെ പ്രധാന നിലപാട്. കത്ത് CPI ദേശീയ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അവൈലബിൾ ദേശീയ സെക്രട്ടറി യോഗം ഉടൻ ചേരുമെന്നും തലസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു എന്നും കൂടി അറിയാൻ കഴിയുന്നുണ്ട്. CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ജനറൽ സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തുള്ള അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേരുകയും ചെയ്തു. CPIയെക്കാളും CPMന് ഓരോ ദിവസം കഴിയും തോറും സമനില തെറ്റുകയാണ്. സംഭവം കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. CPIയെ മയക്കുവെടി വെച്ച് തളയ്ക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ആ മയക്കുവെടി ഏറ്റോ എന്ന് അവരാണ് പറയേണ്ടത്. ധാരണാപത്രം മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് റദ്ദാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അവകാശമുള്ളൂ എന്ന് അതിലെ വാക്കുകൾ തന്നെ, ആ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് ഇന്ന് പറഞ്ഞിരിക്കുന്ന ന്യായങ്ങൾ പ്രായോഗികമല്ല, ഫലപ്രദമല്ല, സത്യസന്ധമല്ല. ഏതായാലും ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടുള്ള അടവ് നയങ്ങൾ മാത്രമാണ്. അത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്.